മൂന്നാറിലെ ഒരു വിഭാഗം ടാക്സി തൊഴിലാളികൾ ഇന്ന് പണിമുടക്കി. മൂന്നാറിലെത്തിച്ച ഡബിൾ ഡെക്കർ ബസ് പിൻവലിക്കണമെന്നടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ടാക്സി തൊഴിലാളികളുടെ പണിമുടക്ക്. അതേസമയം വിവിധ രാഷ്ട്രീയ സംഘടനകൾ കീഴിലുള്ള ടാക്സി തൊഴിലാളികൾ സമരത്തിൽ നിന്ന് വിട്ടുനിന്നു. മൂന്നാർ ക്യാപ്പ് റോഡിലൂടെ സർവീസ് നടത്താനെത്തിച്ച ഡബിൾ ഡെക്കർ ബസ് പിൻവലിക്കുക, ഓൺലൈൻ മേഖലയിലൂടെ മൂന്നാർ മേഖലയിൽ നടന്നുവരുന്ന ടാക്സി സർവീസുകൾ നിർത്തലാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മൂന്നാറിൽ ഒരു വിഭാഗം ടാക്സി തൊഴിലാളികൾ ഇന്ന് പണിമുടക്കിയത്. ഓൺലൈൻ മേഖലയിലൂടെ അടക്കം ടാക്സി സർവീസുകളും റെന്റൽ വാഹനങ്ങളും ലഭ്യമായി തുടങ്ങിയതോടെ തങ്ങളുടെ തൊഴിൽ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നാണ് പണിമുടക്കിയ ടാക്സി തൊഴിലാളികളുടെ വാദം. டிரைவர் தொழிலையே பாதிக்கும் விதமாக இப்போ கொஞ்ச நாட்களாக எங்கள் தொழிலை பாதிக்க நிலைமையாக உல்லாச யாத்திரை என்று சொல்லக்கூடிய பஸ்ஸை ஒரு வருஷத்துக்கு முன்னாடி விட்டார்கள். அதனால் எங்கள் வாழ்க்கை பாதித்தது. இதை நாங்கள் கவர்மெண்ட் தளத்தில் கொண்டு போய் செல்லும் பொழுதும் அவர்கள் நாங்கள் சொன்னதை ஏற்கவில்லை. இப்பொழுது அதேபோல ஓலோ ஊப்பர் அதேபோல பைக் ரெண்ட் போன்ற காரியங்களை கொண்டு வந்தார்கள். அதை நம்ம டிரைவர்மார்கள் சக்தமான ஒரு போராட்டத்தின் முறையுமாக അവരെ ഞങ്ങൾ തിരുമ്പി പാക്ക വെച്ച് തിരിപ്പി അടിച്ചു വിട്ടു. ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനായി മൂന്നാറിലെത്തിയ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നേരെയും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു വിഭാഗം ടാക്സി തൊഴിലാളികൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. വഴിയരികിൽ കരിങ്കൊടികളുമായി നിന്നായിരുന്നു തൊഴിലാളികളുടെ പ്രതിഷേധം. അതേസമയം വിവിധ രാഷ്ട്രീയ സംഘടനകൾക്ക് കീഴിലുള്ള ടാക്സി തൊഴിലാളികൾ സമരത്തിൽ നിന്നും വിട്ടുനിന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.